തഹലി 1962 വോട്ടുകൾക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചുവപ്പ് കോട്ടകളെല്ലാം ഇളക്കം തട്ടി തുടങ്ങിയതാണ്. അപ്പൊ ഇനിയൊരു സംശയമുള്ളത് ആര് പ്രതിപക്ഷ നേതാവാകുമെന്നതാണ്. അതാണ് ഇനിയൊരു സംശയമുള്ളത്. കാരണം ചുവപ്പ് കോട്ടകൾക്ക് ഇളക്കം തട്ടി യാതൊരു സംശയവും ഇല്ല. 94 സീറ്റുകളിൽ UDF ശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടരുകയാണ്. മണലൂർ സി രവീന്ദ്രനാഥ് 96 വോട്ടുകൾക്ക് മുന്നിലാണ്. TN പ്രതാപൻ പിന്നിൽ പോകുന്നു. ഉടുമ്പൻചോലി സേനാപതി വേണു അത് തവനൂരിൽ വളരെ ശക്തമായ മത്സരം തന്നെയാണ്. 4600 വോട്ടുകളുടെ വ്യക്തമായ ഭൂരിപക്ഷമാണ് ഇപ്പോൾ VS2 പിടിച്ചിരിക്കുന്നത്. 4600 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. 4600 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ VS2 മുന്നോട്ട് നിൽക്കുകയാണ്. ആദ്യ റൗണ്ടിൽ 2200 ഉണ്ടായിരുന്നു, ഇരട്ടിയാക്കി. എത്ര പെട്ടെന്നാണ്, അതായത് ഒരിക്കലും മാറില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു മണ്ഡലം തന്നെയാണ് തവനൂർ എന്ന് പറയുന്നത്. തവനൂരിലേക്കാണ് VS2 വരികയും അവിടെ വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെച്ചത്. കൊല്ലത്ത് ബിന്ദുകൃഷ്ണ 4626 വോട്ടുകൾക്കാണ് മുന്നിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു UDFന്റെ പ്രമുഖരായ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു സമയത്ത് പോലും ഇവർ താഴോട്ട് വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനകത്ത് എനിക്ക് തോന്നുന്നു തളിപ്പറവ് മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്നത്. 900-ൽ അധികം വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും മുന്നോട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ UDFന്റെ ഒരു കാറ്റ്, ഒരു വേവ് എന്ന രീതിയിൽ തന്നെ പറയാം. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 94 സീറ്റുകളിൽ UDF വ്യക്തമായ ആധിപത്യം പുലർത്തുകയാണ്. LDF 41 സീറ്റുകളിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. 5 സീറ്റുകളിൽ അത് വളരെ ശ്രദ്ധേയമാണ്. 5 സീറ്റുകൾ ശ്രദ്ധേയമാണ്, വളരെ ശ്രദ്ധേയമാണ്. കേരളത്തിൽ സീറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞതായിരുന്നു NDAക്ക്. ആ പറച്ചിൽ, ആ ചിന്തകൾക്കാണ് മാറ്റം വന്നിരിക്കുന്നത്. 5 സീറ്റുകൾ NDAക്ക് ലഭിക്കാൻ പോകുന്നു. വ്യക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നു. NDAക്ക് കേരളത്തിൽ സാധ്യതകൾ ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളതിന് വ്യക്തമായ സൂചനകൾ തന്നെയാണ് നൽകുന്നത്. അത് 4 സീറ്റുകളിലേക്ക് എന്നുള്ളത് ചെറുതായിട്ട് താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ കൂടി തന്നെ NDAക്ക് ഒരു മുന്നേറ്റമാണ്. NDA സംബന്ധിച്ച് ഒരു ആശ്വാസകരമായ ഒന്ന് തന്നെയാണ്. ഇനി അറിയേണ്ടത് 100ലേക്ക് UDF എത്തുമോ എന്നതാണ്. കാരണം 95-41 എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. 100ലേക്ക് UDF എത്തുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. 2001-ൽ ആന്റണി അധികാരത്തിൽ വന്നപ്പോൾ അവർക്ക് ലഭിച്ച 99, പിന്നെ അവരുടെ സ്വതന്ത്ര കാൻഡിഡേറ്റിന്റെ പിന്തുണയോടുകൂടി 100 സീറ്റിലേക്ക് എത്തിയിരിക്കുന്നു. പേരാവൂരിൽ KK ശൈലജ 23 വോട്ടുകൾക്ക് മുന്നിലാണ് എന്നൊരു വാർത്ത വരുന്നുണ്ട്. ചോദ്യത്തിനൊരു മറുപടി പറയട്ടെ, ആര് പ്രതിപക്ഷ നേതാവാകുമെന്നുള്ളതിന് അതിനൊരു മറുപടിയായിട്ട് പേരാവൂർ KK ശൈലജ 23 വോട്ടുകൾക്ക് മുന്നിൽ. KK ശൈലജ ആവണമെന്ന് ഞാൻ പറയുന്നില്ല. മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ മുന്നിലാണ്. കാരണം ഈ രണ്ടാം ഘട്ടത്തില് ഇപ്പൊ ആദ്യഘട്ടത്തിലെ വോട്ടുകൾ UDF നല്ല സ്വാധീനമുള്ള മേഖലയിലാണ് ആദ്യഘട്ടത്തിൽ പേരാവൂര് വോട്ടെണ്ണിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ മുഴുക്കുന്ന്, കോളയാട് പോലുള്ള LDFന്റെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള പഞ്ചായത്തുകളാണ്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ KK ശൈലജയ്ക്ക് ഈ ഒരു ഘട്ടത്തിൽ ലീഡ് നില ഉയർത്താൻ സാധിക്കുന്നത് എന്നൊരു അപ്ഡേഷൻ കൂടി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. പിറവം, മൂവാറ്റുപുഴ, കോതമംഗലം, ദേവികുളം, ഉടുമ്പൻചോല, തൊടുപുഴ, ഇടുക്കി, പീരുമേട്, പാല, കടുത്തുരുത്തി, ഏറ്റുമാനൂർ, കോട്ടയം, പുതുപ്പള്ളി UDFന്, വൈക്കം മാത്രം LDFന് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്.